വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 13:7. സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. എന്നാൽ ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അവയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എന്റെയും നമ്മുടെ എല്ലാവരുടെയും ഒരു പാകപ്പിഴ കർത്താവ് ജ്ഞാനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. സത്യത്തിൽ നാം ഈ ഭൂമിയിലൂടെ, ബന്ധങ്ങളിലൂടെ, സ്നേഹത്തിലൂടെ, ഉല്ലാസയാത്രയിലൂടെ ഒക്കെ ഒരു അന്വേഷണത്തിലാണ്. നമുക്കെല്ലാം ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ദൈവത്തെ കാണണം, അടുത്തിരിക്കണം, സാന്നിധ്യം വേണം. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അതിന്റെ പൊലിമയിലും നന്മയിലും സ്നേഹത്തിലും അഴകിലും ആർഭാടത്തിലും നമ്മുടെ മനസ്സും യാത്രയും ഉടക്കിപ്പോകും. കർത്താവിന്റെ മഹത്വത്തിലേക്ക് കണ്ണുവെക്കാനും ദൃശ്യവസ്തുക്കൾക്ക് അപ്പുറം പോകാനും ദൃശ്യവസ്തുക്കളെ ദൈവമഹത്വത്തിന്റെ റിപ്ലിക്കയായി പ്രതിഫലനമായി കാണാനും ഒരു വാശി. നീ കാണുന്ന വാഹനം, സമ്പത്ത്, നിനക്ക് കിട്ടിയ അഴക്, നീ കണ്ട സൗന്ദര്യം, ശരീര മഹത്വം, ഇവയെല്ലാം ദൈവമഹത്വത്തിൽ താഴെ പ്രതിഷ്ഠിക്കാൻ ഇടവരട്ടെ. ആമേൻ, ആമേൻ.